ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്താഴത്തിന് വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ട്. ചോറും താളിച്ച കറിയും ഉപ്പേരിയും മീൻ പൊരിച്ചതും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്ന്. അത് തന്നെ കഴിക്കാൻ കഴിയുന്നുള്ളൂ കേട്ടോ. ഒരു ദിവസം ഞാൻ മന്തി ആക്കിയിരുന്നു. അപ്പോൾ അതന്നെ ആക്കാം അത്താഴത്തിനെന്ന് വിചാരിച്ചിട്ട് കഴിക്കാനിരുന്നോക്കിയിട്ട് ഇത്തിരി അങ്ങനെ ഇറങ്ങുന്നില്ല കേട്ടോ. ഇതാകുമ്പോൾ ഒരു കുറച്ചെങ്കിലും നമുക്ക് കഴിക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു ടൈമും ആണല്ലോ. പിന്നെ ഞാനിതാ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പിസ്ത വെള്ളം ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്കസ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യം അത് ചെയ്തു വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഓർത്തിട്ട് തന്നെ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് എന്ന് ആദ്യം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ കിച്ചണിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഞാൻ ചിക്കന് ഒന്ന് ഗ്രേവി ആക്കി എടുക്കുകയാണ്. ഈ ഒരു ഗ്രേവിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ഈസിയാണ്. ഉള്ളി ഇങ്ങനെ വാട്ടി നമ്മളിങ്ങനെ കുഴങ്ങൊന്നും വേണ്ട, എല്ലാം ഒന്നിച്ചെന്നെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പത്തിരിക്കായാലും ചോറിനായാലും ഒക്കെ നമുക്ക് ഒരുപോലെ കൂട്ടാൻ പറ്റിയ ഒരു ഗ്രേവി തന്നെയാണ്. പിന്നെ അതാ ഞാൻ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. സ്നാക്സിന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ത്രെഡാണ്, അല്ലെങ്കിൽ ചിക്കൻ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ മസാലപ്പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കപ്സ മസാല, ഉപ്പ് പാകത്തിന്, പിന്നെ തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനും വെക്കണം കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാലോ. നമ്മൾ കിച്ചണിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ തീരുമാനിക്കുമല്ലോ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട സാധനങ്ങളൊക്കെ വേഗം തന്നെ ആക്കിയെടുത്തിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ വേറെയുള്ള ജോലികളൊക്കെ കഴിയുമ്പോഴേക്കും ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച സാധനങ്ങളൊക്കെ ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. നമുക്ക് വേഗം തന്നെ അതെടുത്ത് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ചതിലേക്ക് അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് സമൂസ ഷീറ്റാണിത്. അതിങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കണം. ഇത് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഈ ചിക്കൻ പൊട്ടിത്തെറിച്ച ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇനി എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. ഉള്ളതിനനുസരിച്ച് നമുക്ക് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ ഓയിൽ അവിടെ ചൂടാവട്ടെ. അപ്പോൾ തലേ ദിവസം ചിക്കൻ റോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മസാല ബാക്കിയായി കേട്ടോ, ഫില്ലിങ്. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് നമ്മളെ സമൂസൻ്റെ ഷീറ്റിൽ ആക്കിയിട്ട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സമൂസൻ്റെ ഷീറ്റ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മടക്കുന്നത്. ഞാനിങ്ങനെ മൈദ കലക്കി അതിങ്ങനെ ഇതുമ്മ തേച്ച് പിടിപ്പിച്ച് അങ്ങനെ ഒന്നും ആക്കൂല. ഞാനിങ്ങനെ ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ മൈദൻ്റെ മാവ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതൊക്കെ കാണാം. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കലുണ്ട്, പൊട്ടിപ്പോരുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ചെയ്യുക, വേഗം തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യുക. പിന്നെ ചിക്കനൊക്കെ നമ്മൾക്ക് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്ലൈസ് ആക്കിയിട്ടുള്ള നമ്മുടെ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അത് ഓരോന്നും എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ നമ്മൾ സമൂസ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചതിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ കയ്യിലേക്ക് എടുത്തിട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിയാക്കൂലേ ചോറൊക്കെ, അതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്, സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലേക്ക് ലാസ്റ്റ് കോൺഫ്ലവറും മൈദയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. കോൺഫ്ലവറും പിന്നെ മൈദയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. നല്ല ക്രിസ്പിയാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ഈ സമൂസ ഷീറ്റ് തണുക്കാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ചൂടിൽ കഴിക്കാനാണ് അത് നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പുറത്ത് നമ്മള് പിസ്ത വെള്ളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിസ്തയും പാലും പിന്നെ അതിലേക്ക് പാകത്തിന് തണുത്ത വെള്ളം ഒഴിച്ച്, മിൽക്ക് മെയ്ഡാണ് കേട്ടോ മധുരത്തിനായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് അവള് പിസ്തന്റെ എസൻസ് ഇല്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 ഡ്രോപ്പ് മതിയാവും. ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതില് ഫ്രൂട്ട്സ് ഒന്നും ഇടുന്നില്ല, വെറുതെ കസ്കസ് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വെള്ളം അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് തന്നെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കും കേട്ടോ. അല്ലാതെ ബാങ്ക് കൊടുക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ല. അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. ഞാൻ ഈ 3 മണിക്ക് കിച്ചണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത്താഴത്തിനുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതാ ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ ഇവിടെ ടേബിളിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുക, അങ്ങനെ പാത്രം കഴുകുക, ഈ കഴിച്ച പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും തീർക്കും. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നിനും കഴിയില്ല കേട്ടോ. എനിക്ക് ആദ്യം അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാര്യം അറിയുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാം ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതാ നമ്മള് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അൽഹംദുലില്ലാഹ് 4ാമത്തെ നോമ്പും തുറന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്നാക്സും വെള്ളവും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഫുഡ് കഴിക്കുക. അപ്പൊ ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കും. അപ്പൊ തന്നെ കഴുകൂല, നമുക്ക് മഗ്‌രിബ് നിസ്കാരം പിന്നെയും വൈകുമല്ലോ. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക. അപ്പൊ അതിനും കൂടി നിന്നാൽ പിന്നെ നിസ്കാരത്തിന് വൈകും. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നിസ്കാരങ്ങളും കാര്യങ്ങളും മോന് പള്ളിയിൽ പോവും. കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയത് കഴിക്കുന്നത്. നിസ്കാരവും ഊത്തും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാണ്. കുട്ടിക്കുള്ള ഫുഡ് കുറച്ച് മുമ്പ് ഞാൻ കൊടുത്തിരുന്നു. കാരണം എനിക്ക് കുറച്ച് ഓതാനുള്ളത് കൊണ്ട് ഞാനത് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.